വെള്ളിമാട് കുന്ന്, ബീച്ച്, മീൻചന്ത തുടങ്ങിയതായിരിക്കുന്ന നിലവിലുള്ളതായിരിക്കുന്ന സ്റ്റേഷനുകൾ, അതിൽ ബീച്ച് സ്റ്റേഷനിൽ 4 യൂണിറ്റ് ഉണ്ടായിരുന്നു. ആ 4 യൂണിറ്റ് ഉണ്ടായിരുന്ന ബീച്ച് സ്റ്റേഷനിൽ കേവലം 1 യൂണിറ്റാക്കി കുറച്ചു. അധികരിപ്പിക്കേണ്ടതായിരിക്കുന്ന ജില്ലയിൽ സൈസ് ഡൗൺ ചെയ്ത് ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ ആ തീപിടുത്തത്തെ അഡ്രസ് ചെയ്യാനുള്ള സ്ട്രെങ്തനിങ് നടക്കുന്നതിന് പകരം സൈസ് ഡൗൺ ചെയ്യാനുള്ള തീരുമാനമെടുത്തു. പുതിയ ഫയർ സ്റ്റേഷൻ ആരംഭിക്കാൻ പ്രൊപ്പോസൽ വർഷങ്ങളായി കിടക്കുകയാണ്. മിഠായി തെരുവ്, കുണ്ടുപറമ്പ്, മെഡിക്കൽ കോളേജ്, ഹൈലൈറ്റ് മാൾ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്ലാൻ അടക്കം ക്രമീകരിച്ച് ഫയർ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു. സ്ഥലം കണ്ടെത്തി കൊടുക്കാനുള്ള ബാധ്യത കോഴിക്കോട് കോർപ്പറേഷൻ്റെതാണ്. നിർഭാഗ്യവശാൽ ആ നടപടികൾക്കൊന്നും ഇവർക്ക് താല്പര്യമില്ല. ആദ്യം മെഡിക്കൽ കോളേജിൽ 2 തവണ തീപിടുത്തം ഉണ്ടായി. വൻ തീപിടുത്തങ്ങളാണ്. നമ്മളൊക്കെ വല്ലാതെ വിഷമിച്ച തീപിടുത്തങ്ങളാണ്. ഇപ്പോ ഭയാനകമായിട്ടുള്ള 2ാമത്തെ തീപിടുത്തം ഉണ്ടായി. വളരുന്ന കോഴിക്കോടിനെ തീപിടുത്ത നഗരമാക്കി മാറ്റിയത് സംസ്ഥാന സർക്കാരിന്റെയും കോർപ്പറേഷന്റെയും കൊള്ളരുതായ്മയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ സിറ്റിയെ കവർ ചെയ്യുന്ന ഫയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. അതാണ് നഗരാസൂത്രണത്തിന്റെ ഒരു ഭാഗമാണ്. പക്ഷേ കോഴിക്കോട് കോർപ്പറേഷനിൽ നടക്കുന്ന നഗരാസൂത്രണം പണം വാരുന്ന ആസൂത്രണമല്ലാതെ ഒരാസൂത്രണവും കോഴിക്കോട് നഗരത്തിൽ നടക്കുന്നില്ല. ഞാൻ വ്യക്തമായി ചോദിക്കുന്നു, ആരാണ് ഈ തീപിടുത്തമുണ്ടായ കെട്ടിടത്തിന് മുകളിലത്തെ നിലയിൽ കൊട്ടിയടയ്ക്കാനും മുകളിലത്തെ നില ഫയർ സിസ്റ്റം ഇല്ലാതെ ഉപയോഗിക്കാൻ ആരാണ് പെർമിഷൻ കൊടുത്തത്? പണത്തിന്റെ മീതെ ഒരു നിയമവും ചട്ടവും കോഴിക്കോട് കോർപ്പറേഷനിൽ പറക്കില്ല. അതാണ് അവസ്ഥ. പണം കിട്ടിയാൽ എന്ത് സൗകര്യങ്ങളും മുതലാളിമാർക്ക് ചെയ്തു കൊടുക്കുന്ന പുരോഗതി അപകടകരമായ രീതിയിൽ തീപിടുത്തത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന ആസൂത്രണമില്ലാത്തതായിട്ടുള്ള ഈ നഗരസഭ കോഴിക്കോട് ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ പരാജയപ്പെടുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്.